ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ഏലിയാവിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി ശക്തിയോടെ ഏലീശ പ്രവർത്തിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ തേജസ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവ് എങ്ങനെയെല്ലാം പ്രവർത്തിക്കും എന്നും പരിശുദ്ധാത്മാവ് എങ്ങനെയെല്ലാം തൻ്റെ ശക്തി വെളിപ്പെടുത്തുമെന്നും ഒരു മനുഷ്യനും ചിന്തിക്കാൻ കഴിയുന്നതല്ല. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, ഒപ്പം തന്നെ ഒരു ശക്തിയുമാണ്. കർത്താവിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് വികാരങ്ങളുണ്ട്. പരിശുദ്ധാത്മാവ് ദുഃഖിക്കും, പരിശുദ്ധാത്മാവ് കോപിക്കും, പരിശുദ്ധാത്മാവ് തർജ്ജനം ചെയ്യും. അങ്ങനെ പരിശുദ്ധാത്മാവ് സംസാരിക്കും, പരിശുദ്ധാത്മാവ് നിയോഗിക്കും. കർത്താവിന് സ്തോത്രം. അങ്ങനെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, വ്യക്തിയുടെ സ്വഭാവങ്ങൾ ഉള്ളവനാണ്. ഏലീശ ആഗ്രഹിച്ചു തൻ്റെ യജമാനൻ്റെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് എൻ്റെ മേൽ വരണം. അതിനുവേണ്ടി ആഗ്രഹിക്കുക മാത്രമല്ല, അതിനുവേണ്ടി വില കൊടുത്തു. ഏലിയാവ് വിട്ടുപിരിയാതെ ഏലീശ കൂടെ നടക്കുകയാണ്. ഏലിയാവ് ഗിൽഗാലിൽ പോയപ്പോൾ ഏലീശയും പോയി. ഗിൽഗാലിൽ നിന്ന് ബേഥേലിലേക്ക് വന്നപ്പോൾ ബേഥേലിലേക്ക് ഏലിയാവിനെ വിട്ടുപിരിയാതെ ഏലീശ വരികയാണ്. ബേഥേലിൽ നിന്ന് യോർദാങ്കിലേക്ക് പോയപ്പോൾ വീണ്ടും ഏലീശ പിന്തുടരുകയാണ്. ബേഥേലിൽ നിന്നും യെരിഹോവിലേക്ക് പോയപ്പോഴും ഏലീശ പിന്തുടരുകയാണ്. അവസാനമായി യെരിഹോവിൽ നിന്നും യോർദാങ്കിലേക്ക് പോയപ്പോഴും ഏലിയാവെ വിട്ടുപിരിയാതെ ഏലീശ പിന്തുടരുകയാണ്. എന്തിനാണ് പിന്തുടരുന്നത്? ഒരു ദാഹം. എനിക്ക് ഇരട്ടി അഭിഷേകം വേണം. പലരും പറയും ഈ ദൈവമക്കളുടെയൊക്കെ പിന്നാലെ നടക്കരുത്. ശരിയാണ്, മനുഷ്യരിൽ ആശ്രയിക്കരുത്. മനുഷ്യരുടെ പിന്നാലെ അല്ല നാം പോകേണ്ടത്. പക്ഷേ നാം ഒരു ദൈവദാസനോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? അതാണ് പ്രധാനം. അദ്ദേഹത്തെ പോലെ ഭൗതികമായോ, അദ്ദേഹത്തെ പോലെ സാമ്പത്തികമായോ, അദ്ദേഹത്തെ പോലെ പ്രസംഗിക്കുന്ന ഒരാളെയോ തീരണമെന്ന് ആയിരിക്കരുത് നമ്മുടെ ആഗ്രഹം. മറിച്ച് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എനിക്ക് അതിൽ കൂടുതലായി കിട്ടണമെന്നായിരിക്കണം. അതൊരു നല്ല ലക്ഷണമാണ്. അത് മനുഷ്യനിലുള്ള ആശ്രയമല്ല. കർത്താവിന് സ്തോത്രം. പകർച്ച, ആത്മാവ് പകർന്നുകൊണ്ടിരിക്കും. ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യനിലേക്ക് പകരും. ആത്മപകർച്ചയെക്കുറിച്ച് വേദപുസ്തകത്തിൽ അങ്ങിങ്ങ് നമുക്ക് കാണാൻ കഴിയും. പത്രോസിലൂടെ ആത്മപകർച്ച നടന്നു, പൗലോസ് അപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച നടന്നു. അങ്ങനെ എത്രയോ പേരിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച നടന്നു. സ്തോത്രം. ഇവിടെ ഏലിയാവിൽ നിന്നും ഇരട്ടിപ്പങ്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചുകൊണ്ട് ഏലീശ മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിലൂടെ അനേക അത്ഭുതങ്ങൾ നടന്നു. അഭിഷേകം എവിടെയുണ്ടോ അവിടെ അടയാളങ്ങൾ നടക്കും. അഭിഷേകം എവിടെയുണ്ടോ അവിടെ അത്ഭുതങ്ങൾ നടക്കും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എവിടെയുണ്ടോ അവിടെ വലിയ അടയാളങ്ങൾ, സയൻസ്, മിറക്കിൾസ് ആൻഡ് വണ്ടേഴ്സ് നടക്കും. അതിന് നമ്മൾ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല, ആക്ഷേപിച്ചിട്ട് കാര്യമില്ല, സോഷ്യൽ മീഡിയയിൽ അതിനെതിരായി പ്രസംഗിച്ചിട്ട് കാര്യമില്ല. അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഓവർഫ്ലോയുടെ ഒരു സ്പോണ്ടേനിയസ് റിസൾട്ടാണത്. പരിശുദ്ധാത്മാവ് എവിടെ ഓവർഫ്ലോ ചെയ്യുമോ അതിൻ്റെ റിസൾട്ട് കാണിക്കും. കർത്താവിന് സ്തോത്രം. നാം ആസിഡ് കേട്ടിട്ടുണ്ട്. ഒരു സൾഫ്യൂറിക് ആസിഡ് ഒരിടത്ത് ഒഴിച്ചാൽ അവിടെ പ്രതലത്തിൽ മാറ്റം വരും, ഇല്ലേ? സൾഫ്യൂറിക് ആസിഡ് ഒരു വസ്തുവിന്മേൽ ഒഴിച്ചാൽ ആ വസ്തു ചിലപ്പോൾ പിന്നീട് കാണുകയില്ല. അക്വാറീജിയ എന്ന ആ ഒരു ദ്രാവകത്തിൽ സ്വർണ്ണം ഇട്ടാൽ സ്വർണ്ണം ലയിച്ചു പോകും. അത് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള അതിൻ്റെ ഒരു കഴിവാണ്. ഇതുപോലെയാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എവിടെയെല്ലാം ഉണ്ടോ അവിടെ അടയാളങ്ങൾ നടക്കും, അത്ഭുതങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. ജനം രക്ഷിക്കപ്പെടും. ജനം അനേക അത്ഭുതങ്ങൾ, ഒരുപക്ഷെ സൂപ്പർ നാച്ചുറൽ മിറക്കിൾസ് പോലും അവിടെ നടക്കും. ഏലീശയിലൂടെ വലിയ അത്ഭുതങ്ങൾ നടന്നു. മരിച്ച കുട്ടി ഉയർത്തെഴുന്നേൽക്കുന്നു. അതുപോലെ അരാം രാജാവ് തൻ്റെ ശയനമുറിയിൽ പറയുന്നത് ഇവിടെ ശമരിയിലുള്ള രാജാവിന് ഏലീശ പറഞ്ഞു കൊടുക്കുന്നു. അരാം രാജാവിൻ്റെ സൈന്യത്തെ അന്ധത പിടിപ്പിക്കുന്നു. അങ്ങനെ ദേശത്തെ ക്ഷാമം മാറ്റുന്നു, ഗർഭനാശകം മാറ്റുന്നു. മഹാത്ഭുതങ്ങൾ ഏലീശയിലൂടെ ദൈവം നിവർത്തിക്കുന്നു. പക്ഷേ ഏലീശയ്ക്കും ഒരു കാലഘട്ടമുണ്ട്. അതെ, ഓരോ അഭിഷേകത്തിനും ഓരോ ദൈവത്തിനും ഓരോ കാലഘട്ടമുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാലഘട്ടം ദൈവം തരുന്നുണ്ട്. ഈ കാലഘട്ടം എങ്ങനെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു? ഏലീശ തനിക്ക് കിട്ടിയ കാലഘട്ടം നല്ല ഭംഗിയായി ദൈവനാമോത്വത്തിനു വേണ്ടി മുഴുവൻ ചെലവഴിച്ചു. അങ്ങനെ നാം രാജാക്കന്മാർ 2-ാമത്തെ പുസ്തകം 13-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ കാലത്ത് ഏലീശ മരണഹിതകരമായ രോഗം പിടിച്ചു കിടന്നു. അതേ
എത്ര വലിയ ആത്മീയ ശുശ്രൂഷ ചെയ്തയാൾക്കും രോഗം വരാം, മരണവും വരും. ഇത് സ്വാഭാവികമാണ്. അതുകൊണ്ട് കർത്താവിനെ ശുശ്രൂഷ ചെയ്തവർക്ക് രോഗം വരികയില്ലെന്ന് ചിന്തിക്കരുത്. രോഗം വരാം, പക്ഷെ ദൈവം കൂടെയിരിക്കും. മരണം വരാം, പക്ഷെ ദൈവം തൻ്റെ കരങ്ങളിൽ തൻ്റെ തേരിൽ കയറ്റി സ്വർഗീയ മണ്ഡലത്തിൽ കർത്താവ് കൊണ്ട് എത്തിക്കും. ഒന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല പ്രിയരെ. ദൈവമക്കൾക്കും ഈ ഭൂമിയിൽ മറ്റുള്ളവർ അഭിമുഖീകരിക്കുന്ന പോലെ ചില പ്രതിസന്ധികൾ വരാം. അതിൽ തളരരുത്. ദൈവമക്കൾക്ക് കടബാധ്യതകൾ വരാം, ദൈവമക്കൾ പരീക്ഷയിൽ തോറ്റെന്നിരിക്കാം, ദൈവമക്കൾക്ക് ചില രോഗങ്ങൾ വരാം, ചില സാമ്പത്തിക ഞെരുക്കങ്ങൾ വരാം. അത് ഒന്നും നാം ചോദ്യം ചെയ്യാതെ നാം അനുസരിക്കുക, ദൈവത്തിൻ്റെ പ്രവർത്തനത്തിനായി നമ്മെ തന്നെ കീഴ്പ്പെടുത്തുക. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഏലീശായ്ക്ക് മരണഹിതകരമായ രോഗം പിടിച്ചു. അപ്പോൾ ആ ദേശത്തെ രാജാവായി യോവാശാവിൻ്റെ അടുക്കൽ ചെന്നു, മുഖത്തിന് നേരെ കുനിഞ്ഞു, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിൻ്റെ തേരും തേരാളികളുമല്ലോ എന്ന് പറഞ്ഞു. ഓ, നന്നായി. ഒരു ദൈവപുരുഷൻ്റെ അടുക്കൽ ആ ദേശത്തെ രാജാവ് ചെന്നു. രോഗിയായി കിടക്കുമ്പോൾ ചെന്നു. അത് അനുഗ്രഹമാണ്. ഒരു ദൈവത്തിൻ്റെ അഭിഷിക്തൻ ആക്റ്റീവായിരിക്കുമ്പോൾ മാത്രമല്ല, അതിൽ കൂടുതൽ രോഗിയായിരിക്കുമ്പോൾ നാം ചെല്ലണം. നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുകയും ഓർക്കണം, മറക്കരുത്. ഏതെങ്കിലും ഒരു ദേവദാസന്റെ നാവിൽ നിന്ന് കിട്ടിയതായ തിരുവചനം മൂലമാണോ നാം രക്ഷിക്കപ്പെട്ടത്, നാം മറക്കരുത്. ഞാൻ 19-ാമത്തെ വയസ്സിൽ യേശുക്രിസ്തുവിന്റെ വചനം കേട്ടത് പ്രൊഫസർ എം വൈ യോഹന്നാൻ സാറിന്റെ നാവിലൂടെയാണ്. ഞാൻ ഓർക്കാറുണ്ട്, ആ ദേവദാസനെ ഓർക്കാറുണ്ട്. കർത്താവിന് സ്തോത്രം. ആ ദേവദാസന്റെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ നടത്തി വിളിച്ചാൽ ഞാൻ പോകാറുണ്ട്. എന്തുകൊണ്ടാണ് പ്രിയരെ? നമ്മെ ഒരിക്കൽ ദൈവവചനം പറഞ്ഞു തന്ന് സഹായിച്ചവരാണ് അവർ മറക്കരുത്. കർത്താവിന് സ്തോത്രം. പോകട്ടെ, ഇസ്രായേൽ രാജാവ് ചെന്നു മിണ്ടി. അതുമല്ല ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം. ഇസ്രായേൽ രാജാവിനോട് ദൈവം തൻ്റെ വാഗ്ദത്തങ്ങൾ ഈ രോഗിയായി കിടക്കുന്ന പ്രവാചകനിലൂടെ വീണ്ടും അറിയിക്കുകയാണ്. നീ അരാമ്യ പടക്കൂട്ടങ്ങളെ ജയിക്കുമെന്നും നിന്റെ കയ്യിൽ ജയാസ്ത്രം തന്നിരിക്കുമെന്നുള്ള ദൈവീയ അരുളപ്പാടുകൾ, രോഗക്കിടക്കയിലും സ്വർഗീയ അരുളപ്പാടുകൾ തരുന്ന അഭിഷേകം. അത്രമാത്രം അഭിഷേകത്തിന് നിറവുള്ളവനായിരുന്നു എലീശ. എന്നാൽ 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ എലീശ മരിച്ചു. അവർ അവനെ അടക്കം ചെയ്തു. പിറ്റേയാണ്ടിൽ മോവാബിലെ പടക്കൂട്ടങ്ങൾ ദേശത്തെ ആക്രമിച്ചു. മോവാബിലെ പടക്കൂട്ടം ഇസ്രായേൽ ജനത്തെ ആക്രമിച്ചു. ചിലരെല്ലാം മരിച്ചു. ആ മരിച്ചവരെ ഒന്ന് അടക്കം ചെയ്യുവാനായി അവര് അടക്കം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പടക്കൂട്ടം അവർക്കെതിരായി വരുന്നു. ആ പടക്കൂട്ടത്തെ കണ്ടിട്ട് ആ ശവം ഏലീശായുടെ കല്ലറയിലേക്ക് അങ്ങ് ഇട്ടിട്ട് പോയി. അവൻ അതിൽ വീണു. ഏലീശയുടെ അസ്ഥികളെ ഈ ശവം തൊട്ടപ്പോൾ, ഏലീശായുടെ അസ്ഥികളെ തൊട്ടപ്പോൾ ജീവിച്ച് കാലൂന്നി എഴുന്നേറ്റു. എന്തൊരത്ഭുതം! മരിച്ച ഒരു മനുഷ്യൻ, മരിച്ചെന്നോ അടക്കപ്പെട്ട ഏലീശയുടെ അസ്ഥികളിൽ തൊട്ടപ്പോൾ അവൻ ജീവിച്ചു വന്നു. അഭിഷേകത്തിന്റെ ശക്തിയാണ് അവർ കാണിക്കുന്നത്. അഭിഷേകത്തിന്റെ ശക്തി. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ മേൽ അഭിഷേകം ഇറങ്ങുമ്പോൾ അവൻ മരിച്ചാൽ പോലും അവൻ്റെ ആ ശരീരത്തിൽ, അവൻ്റെ ആ അസ്ഥികളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിഴലിടുമെന്ന്. അതുകൊണ്ട് നിങ്ങളാരും അസ്ഥികളുടെ പുറകെ പോകാനല്ല ഞാൻ പറഞ്ഞത്. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇവിടെ സംഭവിച്ചെന്താണ്? അഭിഷേകത്തിൻ്റെ ആ ഒരു വലിയ മഹത്വം ദൈവം ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഏലീശയിൽ വ്യാപിച്ചിരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അത് എത്ര വലുതായിരുന്നു! തൻ്റെ അന്തരിന്ദ്രിയങ്ങളിലും തൻ്റെ അസ്ഥികളിലും തൻ്റെ മജ്ജകളിലും വ്യാപരിച്ച പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. കൊതിയോടെയാണ് നമുക്കിതെല്ലാം ചിന്തിക്കാൻ കഴിയും. എൻ്റെ പ്രിയരെ, നിങ്ങൾ അഭിഷേകം ലഭിക്കാൻ കൊതിക്കാറുണ്ടോ? അഭിഷേകത്തിൻ്റെ ശുശ്രൂഷ വെളിപ്പെടണം. അഭിഷേകത്തിൻ്റെ ശുശ്രൂഷ വെളിപ്പെടണമെങ്കിൽ ദൈവവചനം നാം കൃത്യമായി അനുസരിക്കണം. ദൈവവചനത്തിലെ എല്ലാ കാര്യങ്ങളും അനുസരിക്കുമ്പോഴാണ് അഭിഷേകം വെളിപ്പെടുകയുള്ളൂ. ഇല്ലെങ്കിൽ ദൈവവേലയൊക്കെ ഉണ്ടാകും. നല്ല ശുശ്രൂഷ നടക്കും, നല്ല പ്രസംഗങ്ങൾ നടക്കും, ശക്തമായി പ്രസംഗിക്കും, ഒരുപക്ഷെ മാനസാന്തരവും നടക്കും. പക്ഷേ നമ്മിൽ അഭിഷേകം വെളിപ്പെടണമെങ്കിൽ ഈ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവീയ വ്യവസ്ഥകൾ നാം പാലിക്കണം. വ്യവസ്ഥയ്ക്കനുസരിച്ച് ദൈവം പ്രവർത്തിക്കൂ. ഏലീശ ഏലിയാവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചപ്പോൾ വ്യവസ്ഥകൾ പാലിച്ചാണ് എല്ലാം ചെയ്തത്. വ്യവസ്ഥ പാലിച്ച് ഏലീശയുടെ മേൽ അഭിഷേകം വന്നു. ആ അഭിഷേകം താൻ മരിച്ചിട്ട് പോലും തൻ്റെ അസ്ഥികളിൽ നിന്ന് മാറ്റപ്പെടാത്ത അഭിഷേകമായി അവിടെ നിലകൊണ്ടു. അസ്ഥികളെ തൊട്ടപ്പോൾ മരിച്ച മനുഷ്യൻ ജീവിച്ചു. സ്തോത്രം. ജീവിച്ചിരുന്ന കാലത്ത് മരിച്ച ഒരു കുട്ടിയെ ഉയർത്തെഴുന്നേൽപ്പിച്ച പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം മരിച്ചപ്പോൾ പോലും ഏലീശയുടെ അസ്ഥികളിൽ നിന്ന് മാറിപ്പോകാതെ ആ അഭിഷേകത്തിന് ശക്തി നിലനിന്നു. കർത്താവിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അഭിഷേകത്തിനായി നമുക്ക് കൊതിക്കാം. അഭിഷേകം അത് കോട്ടകളെ ഇടിക്കുന്നതാണ്. അത് ഏതു ശത്രു സൈന്യത്തെയും തകർക്കുന്നതാണ്.
കർത്താവിന് സ്തോത്രം. അഭിഷേകത്തിന്റെ ശക്തി അത് രോഗാണുക്കളെ കത്തിച്ചു കളയുന്നതാണ്. അഭിഷേകത്തിന്റെ ശക്തി മാനസിക രോഗികളുടെ മേൽ കൈവച്ചിക്കുമ്പോൾ മാനസിക രോഗം മാറ്റിക്കളയുന്നതാണ്. അഭിഷേകത്തിന്റെ ശക്തി അത് വലിയ ശക്തിയാണ്. ആ ശക്തി പ്രാപിക്കാൻ നമുക്ക് ഉത്സാഹിക്കാം. വേദപുസ്തക ചരിത്രത്തിന്റെ താളുകളിൽ അനേകം ദൈവമക്കൾ ഈ അഭിഷേകം പ്രാപിച്ചവരായിരുന്നു. അവരിലൂടെ ദൈവം വലിയ വീര്യപ്രവർത്തികൾ ചെയ്തു. എന്തുകൊണ്ടാണ്? അവരുടെ കഴിവാണോ, അവരുടെ ശക്തിയാണോ, അവരുടെ ബലമാണോ? അല്ല പ്രിയരെ, അഭിഷേകത്തിന്റെ ശക്തിയാണത്. ഇതുവരെയും അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്തവർ പ്രാർത്ഥിക്കണം. ഒരു ചെറിയ അഭിഷേകമല്ല, ഒരു വലിയ അഭിഷേകം, തീയുടെ അഭിഷേകം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ആ തീയുടെ അഭിഷേകമാണ് പകർന്നത്. അതുകൊണ്ടാണ് അഭിഷേകത്തിന് ബലത്തിൽ നിന്നുകൊണ്ട് അപ്പോസ്തലന്മാർ പിന്നീട് ശക്തമായി വേല ചെയ്തത്. ഒരു വേലക്കാരിയുടെ മുന്നിൽ യേശുവിനെ 3 വട്ടം തള്ളിപ്പറഞ്ഞ പത്രോസിനെ അന്നത്തെ സാമുദായിക നേതൃത്വത്തിന് മുമ്പിൽ ശക്തിയോടെ യേശുവിനെ സാക്ഷിപ്പാൻ ബലം കൊടുത്തത് ഈ അഭിഷേകമാണ്. അപ്പോസ്തലനായ പൗലോസിലൂടെയും പത്രോസിലൂടെയും വീര്യപ്രവൃത്തികൾ പ്രവർത്തിച്ചത് ഈ അഭിഷേകമാണ്. ഹല്ലേലൂയ. നമുക്കും ഈ അഭിഷേകത്തിനായി കൊതിക്കാം. അഭിഷേകം വന്നാൽ അത്ഭുതം നടക്കും. അഭിഷേകം വന്നാൽ വീര്യപ്രവൃത്തികൾ നടക്കും. അഭിഷേകം വന്നാൽ ദൈവം തൻ്റെ ശക്തിയെ വെളിപ്പെടുത്തും. പ്രിയ സഹോദരി സഹോദരങ്ങളെ, രക്ഷയിലേക്ക് വന്ന ദൈവമക്കളെ, കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുന്ന കർത്താവിൻ്റെ പ്രിയ ദാസന്മാരെ, നമുക്ക് ഈ തലമുറയ്ക്ക് ആവശ്യം അഭിഷേകമുള്ള ശുശ്രൂഷകരാണ്. അഭിഷിക്തരെയാണ് ആവശ്യം, പ്രസംഗകരെ അല്ല. അഭിഷിക്തരെ വേണം. കർത്താവിന് സ്തോത്രം. അഭിഷേകത്തിൽ ദൈവത്തിൻ്റെ വചനം പറയും, ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നവരായി നമുക്ക് തീരാം. അഭിഷേകം പ്രാപിപ്പാൻ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ദൈവസന്നിധിയിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. നമ്മെ തന്നെ ഒരുക്കാം. എങ്കിൽ ഈ മൺകുടാരത്തിൽ അഭിഷേകം കൊണ്ട് നിറച്ച് നമ്മെയും തൻ്റെ കരങ്ങളിൽ ഉപയോഗപ്പെടുത്തി നമ്മിലൂടെ അത്ഭുതം പ്രവർത്തിക്കാൻ ഒരു ജീവനുള്ള ദൈവം ഒരുങ്ങി നിൽക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്കും നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, എൻ്റെ മേൽ സ്വർഗീയ അഭിഷേകം പകരണമേ, അഭിഷേകത്തിൻ്റെ ശക്തി പകരണമേ. അതിനെൻ്റെ പഴയ സ്വഭാവങ്ങളെയും പഴയ ആളത്വത്തെയും പഴയ അശുദ്ധികളെയും എല്ലാം മാറ്റി യേശുവെ അവിടുത്തെ വിശുദ്ധി എന്നിൽ പകർന്ന് അവിടുത്തെ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് വീണ്ടും ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹം നിറഞ്ഞ കർത്താവേ, നാഥാ, ഏലീശയെക്കുറിച്ചുള്ളതായ ആ ദൈവിക അത്ഭുതത്തിൻ്റെ വാക്കുകൾ ഞങ്ങളിപ്പോൾ ഇവിടെ പറഞ്ഞ് ക്ലോസ് ചെയ്യാൻ പോകുന്നു. എന്നാൽ ഏലീശയിൽ വ്യാപരിച്ച അഭിഷേകം ഇന്നും നിലനിൽക്കുന്നു. ഇന്നും അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഈ തലമുറയിൽ ജീവിക്കുന്ന ഞങ്ങളുടെ മേലും പകർന്ന് ഞങ്ങളെയും ഈ തലമുറയിൽ ദൈവത്തിന് പ്രയോജനമുള്ളവരായി അനേകരെ ദൈവരാജ്യത്തിലേക്ക് ആദായപ്പെടുത്തുന്നവരാಗಿ ഞങ്ങളെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം, കൃപ കൊണ്ട് നിറയ്ക്കണം, നന്മകളാൽ നിറയ്ക്കണം, അഭിഷേകത്താൽ നിറയ്ക്കണം. അവിടുന്ന് മഹത്വമെടുക്കണം. യേശു ക്രിസ്തുവിൻ അത്ഭുത നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, അഭിഷേകത്താൽ നിറയ്ക്കട്ടെ, അഭിഷേകത്തിൻ്റെ ശുശ്രൂഷ നിങ്ങളിലൂടെയും വെളിപ്പെടട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഞങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വം.